Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റാഗിയും ക്യാരറ്റും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയ ചൂടുള്ള വെള്ളം മതി. ഈ ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. അടുത്ത ഞാനിവിടെ ഒരു 1/2 കപ്പ് രാഗിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഞാനിവിടെ ഒരു സോസ് പാനിൽ ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ക്യാരറ്റ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 3 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുങ്ങനെ ബോയിലായി വരുമ്പോൾ നമുക്ക് നേരത്തെ കലക്കി വെച്ച ഈ റാഗി മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഇതൊന്ന് കട്ടിയാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിക്കായി കിട്ടുന്നവരെ നമുക്കിത് നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണഞ്ഞ് കിട്ടുന്നവരെ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റാഗിയും ഇപ്പം ശരിക്കും തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അടുത്ത ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 കയ്യിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റാഗി മിക്സില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര പേർക്കാണോ ഇത് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് റാഗി മിക്സ് എടുക്കാൻ. ഞാനിവിടെ ഒരു 3 പേർക്ക് കണക്കാക്കിയിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റില്ലേ അത് ഈ റാഗി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരയുടെ സിറപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ശർക്കരയൊക്കെ ശരിക്കും മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര കൂടുതൽ ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും കട്ടകളൊന്നും പാടില്ല. അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ശരിക്കും അരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പേർക്കാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2 കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ക്യാരറ്റ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് സെർവ് ചെയ്യാം. റാഗിയും ക്യാരറ്റും കൊണ്ട് ഉണ്ടാക്കിയ ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. പിന്നെ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനോ മറക്കരുതേ.